ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസം വേറെ ഉണ്ടാവില്ല. എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 4 ലഡുവാണ് എടുത്തിട്ടുള്ളത്. ലഡു എടുക്കുമ്പോൾ എപ്പോഴും ഗീ ലഡു മാത്രം വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാൻ. ഓയിലൊന്നും ചേർത്തിട്ടുള്ള ലഡു ഇതിലേക്ക് എടുക്കരുത്. കാരണം ആ ഒരു ഓയിലിൻ്റെ ടേസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു നമുക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഗീ ലഡു തന്നെ എടുക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ നമുക്കത് പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ 4 ഗീ ലഡുവാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വെറും ഏലക്ക മാത്രം പൊടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതി. പിന്നെ പഞ്ചസാര ഒരുപാട് വേണ്ട, കാരണം ലഡു ഓൾറെഡി മധുരമാണല്ലോ. പിന്നെ ഈ ഒരു പാലിന് കുറച്ചൊരു മധുര കുറവുണ്ടാവും ഈ ഒരു ഇത്രയും പാലിലേക്ക് ഒരു 4 ലഡു ചേർക്കുമ്പോൾ. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇതുപോലെ അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായി കേട്ടോ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നെയ്ലഡു ആകുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂവും കിസ്മിസും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ ലഡു പായസം റെഡിയായി. അപ്പോൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്